ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. യഹൂദന്മാർ കർത്താവായ യേശുക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ വിസ്തരിച്ചപ്പോൾ യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചപ്പോൾ യഹൂദർ യേശുവിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിനോട് ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, നിന്നെ മോചിപ്പിക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്നറിയില്ലേ? യേശുവിനെ ക്രൂശിൽ നിന്ന് രക്ഷിക്കാനും അല്ലെങ്കിൽ ക്രൂശിക്കാനും കഴിയുമെന്നതിനാൽ താൻ ശക്തനാണെന്ന് പീലാത്തോസ് വീമ്പിളക്കുന്നു. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ്. പീലാത്തോസിന് അവൻ്റെ ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്നും മനുഷ്യൻ പാപനിമിത്തം തൻ്റേതായ അധികാരങ്ങളിൽ അഭിമാനിക്കുന്നു, തന്നെത്താൻ ഉയർത്തുകയും ദൈവക്രോധത്തിന് പാത്രമാവുകയും ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു സർവ്വമാനവരാശിയെയും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കാൻ പീലാത്തോസിന് മുമ്പിൽ മൗനം പാലിക്കുകയായിരുന്നു. ക്രൂശിലെ മരണം താൻ സ്വയം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനം പ്രാപിക്കാം, രക്ഷിക്കപ്പെടാം. വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.